രക്ഷിതാക്കളോട് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, ബി എൻ ഇൻവിസിബിളി ഇൻഫ്ലുവൻസിങ് പാരൻറ്റ്. നമ്മളില്ലാത്തപ്പോഴും നമ്മുടെ ആശയങ്ങൾ സ്വാധീനിക്കുന്ന മക്കളെ വളർത്തുക എന്നുള്ളത്. നമ്മളില്ലാത്തപ്പോഴും നമ്മുടെ ആശയങ്ങൾ അവരെ സ്വാധീനിക്കണം. ലക്ഷക്കണക്കിന് രൂപ കയ്യിലൂടെ ഇങ്ങനെ പോകുന്ന ഒരു ട്രഷറി ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ഞാൻ ഇന്നേ വരെ ഒരു രൂപ പോലും അനാവശ്യമായിട്ട് കൈക്കൂലി ഇതിൽ വാങ്ങിച്ചിട്ടില്ല എന്ന്. ഞാൻ ചോദിച്ചാൽ അതെന്താ? എൻ്റെ അച്ഛന് ഇഷ്ടമല്ല. അച്ഛൻ എവിടെയാണ്? അച്ഛൻ മരിച്ചിട്ട് 9 വർഷമായി. അതായത് ഇയാൾ കൈക്കൂലി വാങ്ങിച്ചിട്ട് ആ വിവരം പത്രത്തിൽ വന്നാൽ അത് വായിക്കാൻ അദ്ദേഹമില്ല, അച്ഛനില്ല. അപ്പോൾ ഇയാൾ പറയണേ, ചെറുപ്പത്തിൽ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലൊക്കെ ഉള്ളപ്പോൾ എൻ്റെ അച്ഛൻ എന്നോട് പറയായിരുന്നു, നമ്മുടേതല്ലാത്തൊരു പൈസ, അന്യരുടെ മുതൽ നമുക്ക് അർഹതയില്ലാത്തൊരു പൈസ എൻ്റെ മോൻ വാങ്ങിക്കരുത്, അത് ഉപയോഗിക്കരുത്, കഴുത്തിൻ്റെ മുകളിൽ തല പോയാലും അത് ഉപയോഗിക്കരുത് എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. എന്നാലോചിച്ചെങ്കിൽ അച്ഛനില്ല, പക്ഷെ അച്ഛൻ്റെ വാക്കുകൾ അയാളെ സ്വാധീനിക്കുന്നുണ്ട്. ഇൻവിസിബിളി ഇൻഫ്ലുവൻസിങ് ആണ്. അച്ഛനില്ല. നമ്മളില്ലാത്തപ്പോഴും നമ്മുടെ മക്കൾ നമ്മുടെ ആശയങ്ങൾ കൊണ്ട് നടക്കണം, അല്ലേ? ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയോട് അച്ഛൻ പറയാണ്, പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച്, മോളെ, നിനക്ക് അവിടെ എത്തിയിട്ട് പലരോടും പ്രണയമൊക്കെ തോന്നും, പ്രേമം തോന്നും, നിന്റെ പ്രായമാണ്. പക്ഷെ ആദ്യം പറയേണ്ടത് അച്ഛനോടാണ്. ആ പയ്യനോട് പറയുന്നതിന് മുമ്പ് അച്ഛനോട് പറയാം. ഈ പെൺകുട്ടി എൻ്റെ ക്ലാസ്സിലിരുന്നിട്ട് അവൾ എൻ്റെ അടുത്ത് പറയാം, അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അച്ഛനോട് വാക്ക് കൊടുത്തിട്ടുണ്ട് പറയാൻ. എനിക്ക് പലരോടും പ്രേമമൊക്കെ തോന്നി, പക്ഷേ അവരോട് പറയാൻ ഞാൻ മടിക്കുന്നതിന് കാരണം അച്ഛനോട് പറയാന്നുള്ള വാക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, അച്ഛനോട് പറഞ്ഞിട്ട് വേണമല്ലോ പറയാൻ. ആ അച്ഛൻ പാലക്കാട് ഇരിക്കുക, ബാംഗ്ലൂരിലുള്ള ആ മോളെ സ്വാധീനിച്ചുകൊണ്ട്. ഇൻവിസിബിളി ഇൻഫ്ലുവൻസ്.